ഹായ്. നമ്മുടെ വെക്കേഷനൊക്കെ തുടങ്ങാമല്ലേ? അപ്പോൾ ഇനിയിപ്പം കുട്ടികളൊക്കെ 2 മാസം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ പല പേരൻസിനും അയ്യോ ഇനി ഇവർ 2 മാസം നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുമായിരിക്കും. എനിക്കും അതുപോലെ 2 കുട്ടികളുണ്ട്. ഒരാൾ സെക്കൻഡിൽ പഠിക്കുന്നു, ഒരാൾ ഇപ്പോൾ LKG കഴിഞ്ഞ് UKGയിലേക്ക് പോകുന്നു. അപ്പം എനിക്കുണ്ട് നിങ്ങളെപ്പോലെ ഈ കൺഫ്യൂഷൻ. അപ്പം നമുക്ക് ഈ വെക്കേഷൻ എങ്ങനെ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്നേ കരുതുന്നുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനൊക്കെ സമയമാണിത്. അതായത് നമുക്കിപ്പം അവർക്കിപ്പോൾ 2 മാസം വെക്കേഷൻ കിട്ടുക. അപ്പം കുറച്ചും കൂടി ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കുറേ ആപ്പുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അതിനെപ്പറ്റി ചെറിയ ചെറിയ ബുക്സ്, സ്റ്റോറി ബുക്സൊക്കെ വാങ്ങിക്കൊടുക്കുക. അപ്പം അത് വെക്കേഷൻ ആയതുകൊണ്ട് അവർ ഒരു പഠിക്കുക എന്നൊരു സിസ്റ്റത്തിലേക്കല്ല, അവർക്ക് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ഉള്ള കുറച്ച് ബുക്ക് റീഡിങ്ങും അതുപോലെ തന്നെ അവർക്ക് ചിലപ്പം ഈ പഠിക്കുന്ന സമയത്ത് പഠിപ്പിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വരുമ്പം അവരുടെ പല സ്കില്ലുകൾ നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് പെയിൻറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഡ്രോയിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പല 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 ഇൻട്രസ്റ്റുകൾ അവർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമും കൂടിയാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്കേഷന് നമുക്ക് അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്യാം. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പം എൻ്റെ മോള് ചെറുതാണ്, അപ്പം അവളുടെ കൈ ഒരു ക്രയോണും പെയിൻറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം അവർക്കൊരു കറക്റ്റ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പോൾ നമ്മളും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ കൂടുമ്പോൾ അവർക്കതൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. പൊതുവേ നമ്മളുടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ കയ്യിൽ ഇതൊക്കെ കൊടുത്തു പോവുക ചെയ്യുക. അവർ കുറച്ചത് കളിക്കും, അത് കഴിഞ്ഞ് വല്ല ഫോണോ TV ഒക്കെ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മളും അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഇപ്പോൾ കരാട്ടെ ആയാലും ജിംനാസ്റ്റിക് അതുപോലെ തന്നെ ബോക്സിങ് ഇതിനൊക്കെ വിടുന്നത് നല്ലതാണ്. അവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ കേൾക്കുന്നതായി ഇപ്പം ഒരു 8ാം ക്ലാസ് മുതലായാലും, അല്ല 8ാം ക്ലാസ് എന്നൊന്നുമില്ല, ഇപ്പം ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ പല ലഹരിക്കും ഒക്കെ അഡിക്റ്റ് ആകുന്നൊരു സമയമാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ ഒന്നുകിൽ ഒരു കരാട്ട അല്ലെങ്കിൽ ബോക്സിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇവരെ മൈൻഡ് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിനോട് അവർക്ക് എന്ത് ചെയ്യില്ല, ഒരു അഡിക്ഷൻ വരില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇവർ മാറില്ല. ഇവരെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. അത് ഒന്നുകിൽ ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു കാര്യത്തിൽ. അപ്പോൾ അവർക്ക് എപ്പോഴും അതിനോടായിരിക്കും പാഷൻ കൂടുതലുണ്ടാവുക. മറ്റു കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാൻ പോലും ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വെക്കേഷൻ എപ്പോഴും അവർക്ക് പ്രൊഡക്റ്റീവ് ആകുന്ന രീതിയിൽ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഫിലിമൊക്കെ കാണുന്നതിന് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ഫിലിംസൊക്കെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പം അവർക്ക് തന്നെ ഒരു പ്രചോദനമായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫിലിമും, അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതുപോലെ ഹിന്ദിയൊക്കെ അവർക്ക് ആ രീതിയിലുള്ള ഫിലിമും പിന്നെ അതുപോലെ കാർട്ടൂൺസൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്ലേ ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ക്ലേ ഒക്കെ വാങ്ങിയിട്ട് അവരുടെ കൂടെ ഇരുന്ന് ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യുക. അതുപോലെ ബോട്ടിൽ ആർട്ട്, ഇതൊക്കെ അവരുടെ കൂടെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം മാത്സിലൊക്കെ വീക്കായി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇപ്പം അബാക്കസ്, എൻ്റെ മകൻ അബാക്കസിന് പോകുന്നുണ്ട്, അതിൻ്റേതായ ഡെവലപ്മെൻറ്റ് അവനുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പം അബാക്കസിൻ്റെ ക്ലാസ്സുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കിട്ടുകയാണെങ്കിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒന്ന് അവരെ എൻഗേജ്ഡ് ആക്കുമ്പോൾ മാത്സൊക്കെ കുറച്ച് വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ കുറച്ച് ടഫാകുന്ന സബ്ജക്റ്റുകളാണ് ഈ മാത്സ്, ഫിസിക്സ് ഒക്കെ പോലെ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഈസി ആവാനുള്ളൊരു വഴിയും കൂടിയാണിത്. അതുപോലെ തന്നെ എന്താ പറയുക, ഡാൻസ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഡാൻസ്, ഇപ്പം പല സ്ഥലങ്ങളിലും സമ്മർ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വിടാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വിടുക. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ ഫുൾ ടൈം ഫോണ് അല്ലെങ്കിൽ TV എന്നൊരു ഇതിലേക്ക് അവർ മാറും. ഞാൻ കുറച്ച് മുന്നേ ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ ചില സമയത്ത് എൻ്റെ കൂടെ വരും. അപ്പോൾ അവരെ അവിടെ ഇരുന്ന് മൊബൈൽ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പം എനിക്കും അതൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ ജിമ്മിൽ എൻ്റെ കൂടെ വരുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഇതിലായതുകൊണ്ട് ഞാൻ ജാനീനെ അധികം ശ്രദ്ധിച്ചില്ല. അപ്പം മോക്ക് ഈ സമയത്തൊരു
ഒരു ഡ്രോയിങ് ബുക്കും ഒരു കളറും വാങ്ങിക്കൊടുത്താൽ പോരെ, എന്നാൽ അവൾ ആ ടൈം അവളുടെ ഇത് ഈ ഡ്രോയിങ്ങിലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഓ ശരിയാണല്ലോ എന്ന് കരുതി പിറ്റത്തെ തവണ ഞാൻ വരുന്ന സമയത്ത് ഒരു ഡ്രോയിങ് ബുക്കും കളറൊക്കെ വന്നു. ജിമ്മിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവൾ ഒരു സ്ഥലത്തിരുന്ന് ഡ്രോ ചെയ്യുന്നു, അതുപോലെ കളർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയം അവരെ ആ ഒരു എന്താ പറയുക, ഫുൾ ടൈം ഈ ഫോണും കാര്യങ്ങളൊക്കെ ആണല്ലോ, നമുക്കൊരു പരിധി വരെ അവരെ നിയന്ത്രിക്കാൻ പറ്റും. തീരെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പറ്റുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കംപ്ലീറ്റ് ഇപ്പം തീരെ ഫോൺ കാണരുതെന്നൊന്നും പറഞ്ഞാൽ നടക്കും തോന്നില്ല. എന്നാലും അവർ ആ ടൈം നമുക്ക് വളരെ കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികളായാലും, അപ്പോൾ ഇനി കുറച്ച് വലിയ കുട്ടികളായാലും കുക്കിങ്ങൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ അവർ കുക്ക് ചെയ്യാനൊക്കെ കൂട്ടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഹരമായിരിക്കും. കാരണം അവരിപ്പം ചെയ്തിട്ടല്ല, എന്നാലും അവരതിൽ കൂട്ടുന്നുണ്ടല്ലോ എന്നൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതും ചെറിയ കുട്ടികളൊക്കെയാണ് കൂടുതൽ. ഇപ്പം എൻ്റെ മോളിപ്പോൾ LKG ആണ്, അവൾ എൻ്റെ കൂടെ കുക്കിങ്ങിനൊക്കെ കൂട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതെന്തോ വലിയ സംഭവമായിട്ട് അവൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ചെസ്സ് വാങ്ങിക്കൊടുക്കുക, വീട്ടിൽ നമ്മൾ അവരെ കൂടെ ഇരുന്ന് കളിക്കുക. പിന്നെ ഇനി തൊട്ടടുത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊരുമിച്ച് ചെസ്സ് കളിക്കട്ടെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എൻഗേജ്ഡ് ആവട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഈ വെക്കേഷൻ അവർക്ക് നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വെക്കേഷൻ ആവട്ടെ. കാരണം അവർ ഫുൾ ടൈം TV മുമ്പിലായി പോകണ്ട. അപ്പം കുറച്ചൊക്കെ നമ്മൾ അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.